ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഡിഷാണ് പരിചയപ്പെടുത്തുന്നത്. മുടവാട്ടുകാൽ കിഴങ്ങ് സൂപ്പ്. മുട്ടുവേദനയ്ക്കും എലുമ്പ് സംബന്ധമായ എന്ത് പ്രശ്നങ്ങൾക്കും വേദനയ്ക്കും എന്തിന് 4000 രോഗങ്ങൾക്ക് ഇത് നിവാരണകാരണിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് മുടവാട്ടുകാൽ കിഴങ്ങ്. ഇത് മലമ്പ്രദേശങ്ങളിൽ മാത്രം കിട്ടുന്ന ഒരു കിഴങ്ങാണ്. ഞാൻ ഈയിടെ അച്ചൻകോവിലിൽ പോയപ്പോൾ വരുന്ന വഴിക്ക് അവിടെ നിന്ന് വാങ്ങിയതാണ്. ഈ കിഴങ്ങ് കൊണ്ട് നമുക്കൊരു ഹെൽത്തിയായ ടേസ്റ്റിയായ ഒരു സൂപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പേ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. മാത്രമല്ല ഒരു ലൈക്കും കമൻറ്റും കൂടെയൊക്കെ ഒന്ന് കൊടുക്കണേ. ഇതിന് നമ്മുടെ ആടിൻ്റെ രോമങ്ങളില്ലേ, അതുപോലത്തെ രോമങ്ങളാണ്. കാണാനും അതെ, നമ്മൾ സൂപ്പിന് വേണ്ടി വാങ്ങിക്കുന്ന ആട്ടിൻ്റെ കാലില്ലേ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിന് മുടവാട്ടിൻകാൽ കിഴങ്ങ് എന്ന് പേര് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ടേസ്റ്റും അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മുടെ മട്ടൻ സൂപ്പ് കുടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഇതിൽ ഈ സ്കിന്നൊക്കെ ഒന്ന് നമ്മൾ റിമൂവ് ചെയ്യണം. ഇത് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ വളരെ റെയറാണ്. അഥവാ അങ്ങനെ കിട്ടിയാലും കുറച്ച് കോസ്റ്റ്ലിയാണ്. ഒരു 600 മേളിലൊക്കെയാണ് പറയുന്നതാണ് കേട്ടിട്ടുണ്ട് ഞങ്ങൾ അവിടെ മലമ്പ്രദേശത്തിൽ നിന്ന് അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചത് കാരണം 1 കിലോ 150 റുപ്പീസിനാണ് എനിക്ക് കിട്ടിയത്. പിന്നെ പൗഡറായിട്ടൊക്കെ ലഭ്യമാണ്. ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതൊരു ബിസിനസ്സായിട്ട് വെച്ച് നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വാങ്ങി പൗഡർ ചെയ്ത് അതിൽ എല്ലാ കണ്ടൻറ്റും ഇട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. അവർ പറയുന്ന അതേ പ്രൊസീജിയർ അങ്ങനെ ചെയ്ത് സൂപ്പിട്ട് കുടിക്കാം. അതും നന്നായിരിക്കും. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ കിഴങ്ങായിട്ട് വാങ്ങിച്ച് എനിക്ക് ചെയ്തപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റായിരുന്നു. ഞാനിവിടെ 2 കിഴങ്ങ് തോല് ചെത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നൊരു കാര്യം, ഈ കിഴങ്ങ് സൂക്ഷിക്കേണ്ട രീതി അതൊരു പ്രത്യേക രീതിയാണ്. അതായത് നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെച്ച് സൂക്ഷിക്കാൻ പറ്റില്ല. പെട്ടെന്ന് അങ്ങ് അഴുകിപ്പോവും. പുറത്തിട്ടിരുന്നാൽ ഇഞ്ചി ചുക്കാവില്ലേ, അതുപോലെ പെട്ടെന്നൊരു 3 days 4 daysനുള്ളിൽ ചുക്ക് പോലെ അങ്ങനെ അതിൻ്റെ അകത്തുള്ള ഫ്ലഷൊക്കെ ഒന്ന് മാറി അത് പിന്നെ ഉപയോഗശൂന്യമായിട്ട് മാറും. സോ ഇതെങ്ങനെ സൂക്ഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനുള്ളിലാണ് ഇത് വെച്ച് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ലാൻഡൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കറിയാമെന്നുള്ള ഭാഗത്ത് കുറച്ച് കുഴിയൊക്കെ എടുത്ത് മണ്ണിനകത്ത് സൂക്ഷിക്കാം. ഇല്ലെങ്കിൽ ഗ്രോ ബാഗുകളിൽ മണ്ണ് നിറച്ച് അതിൽ വെച്ചിരുന്ന 1 മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും. അങ്ങനെയാണ് അവർ വാങ്ങുമ്പോഴേ അവർ നമുക്ക് തന്ന ഇൻസ്ട്രക്ഷൻ അങ്ങനെയാണ്. ഞാനിത് ഈ 2 കിഴങ്ങും ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല അതിനോടൊപ്പം കുറേ ഇൻഗ്രീഡിയൻസും ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റൗവിലേക്കൊരു കടായി വെച്ച് കൊടുക്കുകയാണ്. കടായി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ പെപ്പർ, 1 ചെറിയ തുണ്ട് പട്ട, 3 ഗ്രാമ്പു, 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ പെരിഞ്ജീരകം എന്നിവ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 10-15 വെളുത്തുള്ളി, 10-20 ചെറിയ ഉള്ളി, ഒരു ചെറിയ 1/2 ഇഞ്ച് സൈസിന് ഇഞ്ചി 2-3 പീസായിട്ട് കട്ട് ചെയ്തത് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ തീയലിനൊക്കെ വറുക്കില്ലേ അങ്ങനെ പീസസൊക്കെ, അതുപോലെ ഒന്നും ആവേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു പച്ച മണം അങ്ങ് മാറണം. ചില ആൾക്കാരിങ്ങനെ വഴറ്റാതെ ഡയറക്റ്റായിട്ട് അരച്ച് ചേർക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തൊന്ന് വഴറ്റാം. ഇപ്പം ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ മിക്സി ജാറിലോട്ട് മാറ്റാം. ഇതിന് നമുക്ക് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഈ അരച്ചെടുത്ത പേസ്റ്റിനെ നമുക്ക് സൂപ്പ് ചെയ്യേണ്ട പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ 1.5 ലിറ്റർ കണക്കാക്കിയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചെടുക്കുക. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചുള്ള കിഴങ്ങെടുക്കണം, അതിനനുസരിച്ചുള്ള വെള്ളം. ഇപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളമൊക്കെ ആണെങ്കിൽ 1 കിഴങ്ങ് ധാരാളം മതിയാവും.
ഞാൻ ഇവിടെ 1.5 ലിറ്ററിനാണ് 2 കിഴങ്ങ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. സൂപ്പിന് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 20 to 30 മിനിറ്റ്സ് എങ്കിലും ഇത് ബോയിൽ ചെയ്യാൻ വയ്ക്കണം. നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുമ്പോൾ മാത്രമാണ് ഈ കിഴങ്ങിൻ്റെയും മറ്റ് നമ്മൾ ചേരുവകളുടെയൊക്കെ എസൻസ് കംപ്ലീറ്റ് ആയിട്ട് ആ സൂപ്പിൽ ഇറങ്ങുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് ടേസ്റ്റിയായ സൂപ്പ് കിട്ടുകയുള്ളൂ. സോ ഇത് ബോയിലായിക്കോട്ടെ. ഇപ്പോൾ ഇത് 1/2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നല്ല ബോയിലായി, നല്ലൊരു മണം വരും കേട്ടോ. കായപ്പൊടിയും ആ കിഴങ്ങിൻ്റെ മണവും ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർന്നൊരു മണമല്ലോ. എക്സാക്ട്ലി ഇത് ആട്ടിൻ്റെ സൂപ്പില്ലേ, മട്ടൻ സൂപ്പ്, അത് തന്നെയാണ് ആ ഒരു മണം. രാത്രിയൊക്കെ ഇത് മാത്രം കുടിച്ചുകൊണ്ട് കിടന്നാൽ മതി, നമുക്ക് വേറെ ഒന്നും വേണ്ട, കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇതിനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇതിങ്ങനെ സ്ട്രെയിൻ ചെയ്യാതെയും ഡയറക്റ്റാಗಿ കുടിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ കിഴങ്ങിൻ്റെ ഒരു പീസൊക്കെ ഉണ്ടാവും, അത് പ്രശ്നമില്ലെങ്കിൽ അങ്ങനെ കുടിക്കാം. അങ്ങനെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി മുടവാട്ടുകാൽ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കുറച്ച് മല്ലിയില കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ട് കുടിക്കേണ്ട തന്നെയാണ് നമ്മൾ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കൂ. ഇത് ചെറുപ്പക്കാർക്കും വയസ്സായവർക്കും എല്ലാവർക്കും കുടിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഫോർ നൗ.